ഒരു കുസൃതി മിന്നി. ഫോണിലൂടെ ആവുമ്പോൾ എന്തും പറയാലോ. താനിപ്പോ പറയാൻ പോകുന്ന കാര്യം നേരിട്ട് പറഞ്ഞ തന്റെ വായടപ്പിക്കാൻ ഉണ്ണിയേട്ടൻ അറിയാമെന്ന് ഓർത്തു അവൾ. ഉണ്ണിയേട്ടാ, പിണക്കം മാറ്റട്ടെ ഞാൻ? അവനെ ചുണ്ടിലൊരു ചിരി മിന്നി. എങ്കിലും ഗൗരവം മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. ഗൗരവത്തോടെ തന്നെയാണ് അവന്റെ ചോദ്യം. എപ്പോഴും എനിക്കല്ലേ ഉണ്ണിയേട്ടൻ പണിഷ്മെന്റ് ഇരുന്ന് എന്നോട് പിണങ്ങിയതിന് ഞാനൊരു പണിഷ്മെന്റ് തരാൻ പോവാ. തരട്ടെ? ഉണ്ണിയേട്ടാ, ഐ ലവ് യു. എനിക്ക് നിങ്ങളെ ജീവനാ ഉണ്ണിയേട്ടാ. എന്തു മുതലാണെന്ന് അറിയാം? അന്ന് ഓഫീസില്. സ്റ്റോപ്പ് ഇന്നില്ല, പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല, ഉറങ്ങില്ല ഞാൻ. മനസ്സിലുള്ള ഇഷ്ടം പരസ്പരം പറയാതെ വിവാഹം വരെ എത്തിയില്ലേ. എനിക്കത് തുറന്നു പറയണം, പറഞ്ഞേ പറ്റൂ. അല്ലേ തന്നെ ഇഷ്ടമാണെന്ന് അറിയാലോ. അതെങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്താ, കുഞ്ഞുനാൾ മുതലേ സ്വപ്നത്തില്. നീല, നീ പറയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല ഞാനോ നീ ഒന്നും പറയില്ല. ഇങ്ങനെ ഫോണിലൂടെ പറയാനായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ അടുത്തിട്ടിപ്പോ പറയായിരുന്നല്ലോ നില. പറഞ്ഞ ഞാൻ എനിക്ക് വേറെ ഒരുപാട് പറയാനുണ്ട് നില. ഇയാളുടെ മനസ്സിലുള്ള എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. സോ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെടും മുന്നേ തന്നെ എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടമായിരുന്നു. പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കിയതാണ് ഞാൻ. പെട്ടെന്നാണ് ഡോർ വീണ്ടും മുട്ടുകേട്ടത്. ഉഫ്, ഈ ലാവണിയും മായി കൊണ്ട് ഞാൻ തോറ്റു. അടുത്ത് ഇനി എന്താണാവോ? കട്ടിയല്ലേ ഉണ്ണിയേട്ടാ, പ്ലീസ്. ഇനി പിണങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ ആരാ നോക്കട്ടെ? ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ച് തല കൊണ്ട് ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്ത് ദേഷ്യത്തോടെ തന്നെ അവൾ ഡോർ വലിച്ചു തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടത് അവളൊന്ന് ഉച്ചത്തിൽ ഏങ്ങിപ്പോയി.